ക്രിസ്മസ് ഒക്കെ അടുത്ത് വരികയല്ലേ, നമുക്ക് നല്ലൊരു കേക്ക് റെസിപ്പി തയ്യാറാക്കിയാലോ. ഇത് കേക്ക് സീരീസ് നമ്പർ 1 ആണ്. ഹോട്ട് മിൽക്ക് കേക്കാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. അപ്പോൾ 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. മൈദ ഇതുപോലെ അരിച്ചിട്ട് കൊടുക്കുക. 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. 250 ml മെഷറിംഗ് കപ്പിലാണ് ഞാൻ മൈദ എടുത്തിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് അരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി വാനില പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. വാനില പൗഡറും 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. വാനില പൗഡർ ഇല്ലാത്തവർക്ക് വാനില എസൻസ് മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റ് നല്ലതുപോലെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. നമുക്ക് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് മുട്ട ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ലോ സ്പീഡിലിട്ട് മുട്ട ഒന്ന് നന്നായിട്ട് പതപ്പിച്ചെടുക്കണം. മുട്ടയുടെ കളറൊക്കെ ഒന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ മാത്രം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ലോ സ്പീഡിലിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് ഷുഗർ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര പൊടിക്കാത്ത പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഈ കേക്കിന് ഞാൻ ഒരുപാട് മധുരമില്ല, മീഡിയം മധുരമാണ് ഉള്ളത്. 1/2 കപ്പോ നിങ്ങൾക്ക് 3/4 കപ്പോ പഞ്ചസാര എടുക്കാവുന്നതാണ്. ഞാനിവിടെ 1/2 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യാവുന്നതാണ്. മുട്ടയുടെ കളറൊക്കെ മാറി ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് വരുന്നത് വരെയും നമുക്ക് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇനി നമുക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് അധികം നേരം ബീറ്റ് ചെയ്യേണ്ട, ഒന്ന് നന്നായിട്ട് ഓയിൽ നന്നായിട്ട് മിക്സ് ചെയ്താൽ മാത്രം മതി. അതിനുശേഷം നമുക്ക് ബീറ്റർ മാറ്റി വയ്ക്കാം. നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് നമുക്കിത് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് കുറച്ച് കട്ടിയായിട്ടായിരിക്കും നമ്മളത് മിക്സ് ഇരിക്കുമ്പോൾ നമുക്കാദ്യം കിട്ടുന്നത്. കാരണം ഇത് ഹോട്ട് മിൽക്ക് കേക്ക് ആയതുകൊണ്ട് ഇതിലേക്ക് ഹോട്ട് മിൽക്കും കൂടെ ചേർത്താലേ ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ മുട്ടയുടെ എഗ്ഗ് ചേർത്ത് കഴിയുമ്പോൾ ഒരുപാട് ഇട്ട് നമുക്ക് നന്നായിട്ട് ഇതാക്കി ഇളക്കി എടുക്കണ്ട. കാരണം അത് പെട്ടെന്ന് ഫ്ലഫിയൊക്കെ പോകും മുട്ടയുടെ. അതുകൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഇത്തിരി കട്ടയായിട്ടിരിക്കും, അത് നമുക്ക് ശരിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഇവിടെ നോക്കിയേ, ഇപ്പോൾ ഈ ഒരു രീതിയിലിരിക്കുന്നത്. ഒരുപാട് ബലം പ്രയോഗിച്ച് നന്നായിട്ട് ഇളക്കി കൂട്ടാൻ നിൽക്കണ്ട. ഒന്ന് ജസ്റ്റ് ആ പൊടികളെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്ന രീതിയിൽ എടുത്താൽ മതി. ഇനി നമ്മൾ മിൽക്ക് ചേർക്കുമ്പോൾ നല്ലൊരു കൺസിസ്റ്റൻസി കിട്ടിക്കോളും. ഇനി ഇതിനായിട്ട് നമുക്ക് പാലടപ്പത്ത് വയ്ക്കണം. 1/2 കപ്പ് പാലാണ് നമ്മൾ എടുത്തേക്കുന്നത്. 1/2 കപ്പ് പാൽ നമ്മുടെ മെഷറിംഗ് കപ്പിൽ തന്നെ 1/2 കപ്പ് എടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറും പാലൊക്കെ നന്നായിട്ട് ഉരുകി പാലൊന്ന് തിളച്ച് വന്നതിന് ശേഷം ചൂടോടുകൂടെ തന്നെ നമുക്ക് കേക്ക് ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ അതേ ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റായി, അതുപോലെ പാൽ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതേ ചൂടോടുകൂടെ തന്നെ നമുക്ക് നമ്മുടെ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇന്ന് സാവധാനത്തിൽ പയ്യെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ഇത്തിരി ഒരു ടൈറ്റ്നെസ് ഉണ്ടാവും, എന്നാലും പയ്യെ നമുക്ക് ചെറുതാക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ സ്ലോലി ആയിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ, അപ്പോഴേക്കും അതൊന്ന് ആയിക്കോളും. ഇപ്പം നല്ലതുപോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. അതായത് നമ്മളിത് ചെയ്യുമ്പോൾ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക, ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നല്ലതുപോലെ ആയിട്ട് മിക്സായിട്ട് വരും. അപ്പോൾ ഇതിവിടെ ശരിയായിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കേക്ക് ടിന്നിൽ ചെറുതായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ ഇതുപോലെ താഴെ മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ സൈഡിലൊക്കെ ചെറുതായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഓയിൽ കൂടിപ്പോകാൻ പാടില്ല കേട്ടോ. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്ററൊക്കെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യാൻ മറക്കരുത്.
ഹോട്ട് മിൽക്ക് കേക്കൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ അത് ഒരു 8 ഇഞ്ചിൻ്റെ പാനിൽ ഉണ്ടാക്കുവാണെങ്കിൽ മുകൾ വശം ഒട്ടും ക്രാക്ക് ആവില്ല. അപ്പോൾ നന്നായി സ്പേസ് ഉണ്ടാവും അതിന് സ്പ്രെഡ് ചെയ്ത് പോകാനായിട്ട്. ഇതിപ്പോൾ ഞാൻ 6 ഇഞ്ചിൻ്റെ പാനാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് പോയില്ല. മുകളിലേക്ക് വന്നപ്പോഴൊന്ന് ക്രാക്ക് വന്നായിരുന്നു. അപ്പം ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ 35 മിനിറ്റ്സോളം കേക്ക് ബേക്കാകാൻ എടുത്തിട്ടുണ്ട്. താഴെയും മുകളിലേക്കുള്ള ഒരു ഓപ്ഷനാണല്ലോ നമ്മുടെ കേക്കിന് വേണ്ടിയിട്ട്. ആ ഒരു ഓപ്ഷനിലേക്ക് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. താഴെയും മുകളിലും ഹീറ്റ് ആവുന്ന രീതിയിൽ. ഇപ്പോൾ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. മുകൾ വശം ചെറുതായിട്ടൊന്ന് ക്രാക്ക് വീണിട്ടുണ്ട്. അപ്പം ക്രാക്ക് ഇല്ലാതിരിക്കാൻ 8 ഇഞ്ച് പാനിൽ തന്നെ നമുക്ക് ബാറ്റർ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ കേക്ക് ഡ്രൈ ആയി പോവാതിരിക്കാം ഇതുപോലെ ഒരു അലൂമിനിയം പേപ്പർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ചൂടാറിയതിന് ശേഷം നമുക്ക് കേക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഡിമോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് താഴെ വെച്ചിരിക്കുന്ന ബട്ടർ പേപ്പർ എടുത്ത് മാറ്റാം. നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന കേക്കാണ് കേട്ടോ. കേക്ക് എപ്പോഴും നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞിട്ട്, ഇപ്പോൾ രാവിലെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വൈകുന്നേരം ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല, രാവിലെ തന്നെ ഉണ്ടാക്കിയ കേക്കാണെങ്കിൽ. അല്ലെങ്കിൽ നമ്മൾ പിറ്റേ ദിവസം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതിൻ്റെ ടേസ്റ്റും എല്ലാം പാകത്തിന് കിട്ടണമെന്നുണ്ടെങ്കിൽ അതുപോലെ നന്നായിട്ട് ചൂടൊക്കെ ആറിയതിന് ശേഷം മാത്രം ഉപയോഗിക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ക്ലോസ് ചെയ്ത് ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലോ അല്ലെങ്കിൽ ചൂടാറിയതിന് ശേഷം മാത്രം കേട്ടോ, പ്ലാസ്റ്റിക് കണ്ടെയ്നറിലോ ഏതെങ്കിലും നമുക്ക് സേഫായിട്ട് സൂക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ അതേ പിറ്റേ ദിവസമാണ് കേട്ടോ ഞാൻ കേക്ക് എടുത്തിരിക്കുന്നത്. നല്ല പഞ്ഞി പോലെ ആയിട്ടുണ്ട്. നല്ല പഞ്ഞി പോലെ നല്ല അടിപൊളിയായിട്ട് കേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. എങ്ങനെയാണ് ഇതിൻ്റെ ഉൾഭാഗം ഇരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നല്ല പഞ്ഞി പോലെ ഇരിക്കുകയാണ് കേട്ടോ. മുറിക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ ഇരിക്കണമെന്നും കൂടെ നോക്കാം. ഇവിടെ കുറേ പേര് കൊതി പിടിച്ചിരിപ്പുണ്ട് ഇപ്പോൾ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ പൊന്നോ, ഒന്നും പറയാനില്ല. നല്ല സോഫ്റ്റ്, നല്ല ഫ്ലഫി, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും ഇതിൻ്റെ ഉൾഭാഗം നോക്കി. മുകൾ വശം നമുക്കൊന്ന് ക്രാക്ക് ആയിട്ടുണ്ട്. അപ്പോൾ 8 ഇഞ്ചിൻ്റെ പാൻ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെ നമുക്ക് കിട്ടും. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം.